ഇപ്പൊ എൻ്റെ ഈ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ മരിക്കുകയാണെങ്കിൽ എന്താ പറയുക, ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ ആയിരിക്കും റീസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ പോകും. മാരേജിൽ ഇരുന്നിട്ട് ഒരു വൈഫാണ് സൂസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോകുന്നത് ഭർത്താവിന്റെ വീട്ടിലും ആയിരിക്കും. അപ്പൊ എങ്ങനെയാണെന്ന് ഒരു സൂസൈഡ് നോട്ടിൽ നിങ്ങളുടെ പേര് എഴുതി ഇവൻ കാരണം അല്ലെങ്കിൽ ഇവള് കാരണമാണ് ഞാൻ സൂസൈഡ് ചെയ്യുന്നെങ്കിൽ വാട്ട് ആർ ദ ചാൻസസ് അവർ ജയിലിൽ പോകാനുള്ളത്? ഒത്തിരി പേർക്ക് ഉള്ളൊരു ഡൗട്ടാണ് സൂയിസൈഡ് നോട്ടിൽ നിങ്ങളുടെ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വരുമോ എന്നുള്ളത്. നമുക്ക് സൂസൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ കുട്ടികളാണ് സൂയിസൈഡ് ചെയ്യുന്നതെങ്കിൽ നോർമലി പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്കൂൾ അതോറിറ്റീസിൻ്റെ അടുത്തായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ഫസ്റ്റ് പോകുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞ് ഒരു ഇപ്പോൾ എൻ്റെ ഈ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ മരിക്കുകയാണെങ്കിൽ എന്താ പറയുക, ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ ആയിരിക്കും റീസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ പോകും. അതല്ല ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായിരിക്കും ചിന്തിക്കുക. അതുപോലെ തന്നെ ഒരു മാരേജിൽ ഇരുന്നിട്ട് ഒരു വൈഫാണ് സൂയിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോകുന്നത് ഭർത്താവിന്റെ വീട്ടിലും ആയിരിക്കും. അപ്പൊ എങ്ങനെയാണെന്ന് ഒരു സൂയിസൈഡ് നോട്ടിൽ നിങ്ങളുടെ പേര് എഴുതി ഇവൻ കാരണം അല്ലെങ്കിൽ ഇവള് കാരണമാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നെങ്കിൽ വാട്ട് ആർ ദ ചാൻസസ് അവർ ജയിലിൽ പോകാനുള്ളത്? അബൻമെന്റ് ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. അതായത് ഈ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ വരുന്നത്, അതായത് പ്രേരിപ്പിക്കുന്നത് ഇയാൾ കാരണമാണെങ്കിൽ, അതായത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ്, ഇതൊന്നുമല്ല ഒരു പ്രേരണ എന്ന് പറയുന്നത്. അതല്ലാതെ നീ പോയി ചാവടി, അല്ലെങ്കിൽ ഇത് ഞാൻ ത്രെട്ടൺ ചെയ്യുകയാണ്, ഇത് ഞാൻ പബ്ലിക്കിനെ അറിയിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട് അത് വീട്ടിൽ അറിയിക്കും. അപ്പം അങ്ങനെ വന്നിട്ട് വേറൊരു വഴിയില്ലാതെ അതേപോലെ കടങ്ങൾ കൊടുക്കുന്നു, പിന്നെ കാശ് തന്നില്ലെങ്കിൽ പ്രഷർ, അയാളെ ജീവിക്കാൻ പറ്റാതെ പ്രേരിപ്പിക്കുകയാണ്. ആത്മഹത്യ അല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല. പക്ഷെ ഒരു റിവെഞ്ച്ഫുൾ ആയിട്ട് ചെയ്യാണ് എന്ന് വെച്ചാൽ എനിക്ക് നീ എന്നെ വിട്ടു പോയത് കാരണം ഞാനിങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രേക്കപ്പ് റിലേഷൻഷിപ്പിൽ, അതിലേക്കൊന്നും ഒരിക്കലും അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് വരുന്നില്ല. ഒരു അയാളെ ജീവിക്കാൻ അനുവദിക്കാതെ മരണത്തിലേക്ക് തള്ളി വിടുമ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ അക്യൂസ്ഡിന് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതൊരു അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് വരുന്നത്. ഫാമിലി ഇഷ്യൂസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് വരുന്ന ക്ലയൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്തെങ്കിലും ചെയ്യുമോ, ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഞങ്ങൾ അകത്താവോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നു. ഒന്നെന്ന് പറയുന്നത് സൂയിസൈഡ് ത്രെറ്റനിങ് ഇറ്റ് സെൽഫ് ഇസ് എ ക്രുവൽറ്റി എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് നീ എന്നെ ഡിവോഴ്സ് ചെയ്താലോ നീ എന്നെ ഇട്ടിട്ട് പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്രെട്ടൺ ചെയ്യുന്നത്, ഭീഷണിപ്പെടുത്തുന്നത് തന്നെ ഒരു ക്രുവൽറ്റിയാണ്. അതേപോലെ ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്തു, നമുക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്ന ഗ്രൗണ്ട് ഉണ്ടാവില്ല, ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത്. ഡിവോഴ്സ് ഫയൽ ചെയ്തത് കാരണമാണ് സൂയിസൈഡ് ചെയ്യുന്നത്, അതൊന്നും ഒരിക്കലും അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡിൽ വരുന്നതല്ല. പിന്നെ ഇഷ്ടമില്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ പറയുകയാണ് ഞാൻ വിട്ടിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് ഒരു ത്രെറ്റനിങ് ആണ്. അതല്ലാതെ പേര് എഴുതി എന്നുള്ള ഒറ്റ ഒരു കാരണത്തിൽ വരില്ല. ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഈ മനഃപൂർവ്വം എഴുതി വെക്കുമല്ലോ, അങ്ങനെ ഇപ്പം നീ ജീവിക്കേണ്ട എന്നുള്ള രീതിയിലാണെന്ന് തോന്നുകയാണെങ്കിൽ, അതല്ലാതെ അയാളുടെ പാർട്ടിസിപ്പേഷൻ വേണം. ആ മാരേജ് അല്ലല്ലോ, ആ സൂയിസൈഡിലേക്ക് അയാളുടെ എന്താ പറയുക ഫോഴ്സ് വേണം, ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇപ്പം തലേന്ന് പറയുകയാണെങ്കിൽ നീ ചത്താലും നീ പോയി ചാവടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമ്മർദ്ദം കൊടുക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് ആണ്. അതല്ലാതെ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് അതൊന്നും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ലോസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം പീരീഡിനുള്ളിൽ ഒരു മാരേജിൽ എനിക്ക് തോന്നുന്നു 7 years ആണ് ഉള്ളിൽ ഡൗറി ഡെത്ത് വരും. അത് സൂയിസൈഡ് ആണെങ്കിലും അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമല്ലോ. എക്സ്ട്രാ റീസൺ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ ഡൗറി ഡെത്ത് വരുന്നത്? ഇവർക്ക് എന്തെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടോ, ഭർത്താവിന്റെ വീട്ടുകാരോ ഏതെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും വന്ന് സൂയിസൈഡിൽ നോട്ട് എഴുതിയാലും ഇല്ലെങ്കിലും അത് വന്ന് ഡൗറി ഡെത്ത് ആയിട്ടും അല്ലെങ്കിൽ അവരുടെ ഇത് വരും. അല്ലാതെ വന്നിട്ട് ഒരു പുറത്തുള്ളൊരു ഫാക്ടർ കാരണം മരിക്കുന്നു 7 വർഷത്തിനുള്ളിലാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമല്ലോ, ഉറപ്പായിട്ടും ഒരു FIR ഇട്ട് കഴിഞ്ഞിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഭാഗവും കേൾക്കാൻ അവിടെ ആൾക്കാരുണ്ട്. അല്ലാതെ ഒരു ആർബിട്രറി ആയിട്ട് നിന്റെ പേര് എഴുതി വെച്ചു നീ ആ ചെയ്തതെന്ന് പറഞ്ഞാൽ തൂക്കിയെടുത്തിട്ട് അങ്ങനെയില്ല. നിങ്ങളുടെ ഭാഗവും കേൾക്കും. ജുഡീഷ്യറിക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അപ്ഹെൽഡ് ചെയ്യുന്ന ഒരു കാര്യം നാച്ചുറൽ ജസ്റ്റിസ് തന്നെയാണ്. എവിഡൻസിന് പുറമെ നമ്മുടെ ആ ഒരു ഇൻഫ്ലുവൻസ് തെളിയിക്കുക എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തുള്ള കാര്യമാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങളും നമ്മൾ തെളിയിക്കുക, നീതി നടപ്പാക്കുക, അതാണ് കോടതി വയ്ക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആളെ പിടിച്ച് ജയിലിട്ട് അവരെ ഇങ്ങനെ ചെയ്യില്ല. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ. നമ്മളിപ്പോൾ ഒരു കോടതിയുടെ മുമ്പേ വരുമ്പോൾ കോടതി എപ്പോഴും കാണേണ്ടത് അയാൾ ഇന്നസെൻ്റ് ആണ്, കുറ്റം ആരോപിക്കുന്ന വ്യക്തിയാണ് എന്നാണ്. അപ്പോൾ അത് കുറ്റം ആരോപിക്കപ്പെട്ടതേ ഉള്ളൂ. പക്ഷെ കുറ്റം അതായത് കുറ്റം അയാളിൽ നിന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്താൽ മാത്രമേ കോടതി ശിക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ പറയുന്നത് കോർട്ടിനും അറിയാം.
ഇപ്പൊ നമ്മൾ ഒരാൾ സൂയിസൈഡ് ചെയ്തു, ഓക്കെ അടുത്ത ആൾക്ക് പണി കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി വെച്ചാൽ അത് കോടതിക്ക് മനസ്സിലാവാതിരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പേര് ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളിതിൽ ഡ്രാഗ് ചെയ്യാൻ. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ അടുത്ത അവളുടെ ഒരു സുഹൃത്തിൻ്റെ ബോയ് ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തു. ആ സമയം മുതലാണ് ആളിങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിലി ഫുള്ള് പാനിക്കായിപ്പോയി. നമ്മുടെ മോളുടെ ഫ്രണ്ടിൻ്റെ ഫുള്ള് ഫാമിലി പാനിക്കായിപ്പോയി. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ആ ഒരാളുടെ ഡെത്തിൽ നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്തിടത്തോളം കാലം അതൊരിക്കലും നമുക്ക് അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് പറയാൻ പറ്റില്ല.